റാംജി റാവു സ്പീക്കിംഗ്. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ഒരാളെ പോലെ 7 പേരുണ്ടാവും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അക്സനെ കാണാം. ചെന്നൈ പോവാൻ പോകണം. കയ്യിൽ മൊത്തം മൈലാഞ്ചിയാണല്ലോ. ഗുഡ് നൈറ്റ് ഗൈസ്. ബസ് എടുത്തു. ഇതാണ് എൻ്റെ സ്പേസ്. വെച്ചിട്ട് എനിക്ക് കടല തന്നു. This is for washroom, guys. Washroom. Platform 1 in 3 minutes. മസാല ദോശ ഓർഡർ ചെയ്ത ഒരാള് മസാല മുത്തത് കീറിപ്പറിച്ചു. ഇൻഫാൻ ഇഡ്ഡലി പറഞ്ഞു. അവിടെ 2 പേര്. എടി അവര് പറഞ്ഞ നമുക്ക് മനസ്സിലാവണം, നമ്മള് പറഞ്ഞ അവർക്ക് മനസ്സിലാവണില്ലോ. ഗൈസ് നമ്മള് ലിപ്സ്റ്റിക് കുട്ടി ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുകയാണ്. ഹൗ ടു പുട്ട് ലിപ്സ്റ്റിക്. ഗൈസ് ഇവള് 2 മിനിറ്റ് മുന്നേ ഇവള് ഫുൾ മേക്കപ്പ് ചെയ്ത് നിൽക്കുമായിരുന്നു. നല്ല ചീത്ത ഇട്ടിട്ട് നിൽക്കണം നമ്മളെല്ലാവരും. ഭാഷ അറിയില്ല, പക്ഷെ നമ്മളിട്ടിട്ട് தெரியாது. പക്ഷെ നമ്മളിട്ടിട്ട് നല്ലോണം ഊക്കി അവര്. ഗോപികൾക്ക് ചെരുപ്പ് നോക്കാൻ വേണ്ടി വന്നതാണ്. ചെരുപ്പ് കാണിക്ക്. സ്പോട്ടിയ ചെരുപ്പ്. ഇവിടെ കാണുന്നത് മുഴുവൻ കുഞ്ഞി സൈസസ് ആണ്. സംഭവമാണ്. നമുക്കാണ് പർച്ചേസ് ഇറ്റ്. ആഫ്റ്റർ ഷോപ്പിംഗ് എല്ലാവരും നല്ല അവസ്ഥയിലാണ്. വൻ ചൂടത്താണ്. I can hear what they're saying. Those people. See? See this guys. ഇത്രയും വലിയ ലിഫ്റ്റ് നമ്മളെ നാട്ടിലേ കണ്ടിട്ടില്ല. I think we also have to do like this. ഇടക്കിടക്ക് വരും. ചെരുപ്പ് ഇനി ആരെങ്കിലും വന്നാൽ ആക്രമിക്കാൻ. നല്ല രസമുണ്ട്. ഇന്റീരിയേഴ്സ് കൊള്ളാം.
ഞാൻ ഹോം ടൂർ നടത്താം. പുറത്ത് ഭയങ്കര ചൂടാണ്, ബട്ട് അകത്തൊക്കെ വരുന്ന സമയത്ത് ഇത് വീഡിയോ ആണ്. ഗോപിക യൂസ് ചെയ്ത ലിപ്സ്റ്റിക്സിന്റെ എല്ലാം ഉണ്ടോ ഗോപിക? നമുക്കിവിടെ ഒരു പണിയില്ലാത്തോണ്ട് ഗോപികയുടെ ഇത് മാറ്റിയ ഗോപികനെ കാണാം. കുറച്ച് ക്യാമറ തിരിക്കാം. അവിടെ ഉണ്ട് ഗോപിക. അപ്പോൾ നമുക്ക് ഗോപിക കുറച്ച് എന്താ പറയുക, ലിപ്സ്റ്റിക്സിൻ്റെ ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സ് ഉപയോഗിക്കുകയാണ്. ഇത് മുഴുവൻ ഗോപികയുടെ ലിപ്സ്റ്റിക്സാണ്, കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഓൺലൈനിൽ വാങ്ങാൻ വിചാരിക്കണം. മറ്റേ പർപ്പിളിലൊക്കെ പോയ പോലെ ടെസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സിഡക്ട്രസ് യൂസ് ചെയ്യാം. സിഡക്ട്രസ് എൻ്റർടൈനറാണ് ഞാനിപ്പോൾ ഇട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല ഷെയ്ഡാവും. അപ്പം നമ്മളിപ്പോൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. വി ആർ റെഡി ഫോർ ഗോയിങ് ഔട്ട് ആൻഡ് ലെറ്റ്സ് ഗോ. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് റൂമൊക്കെ കാണാൻ. ഭയങ്കര എസ്തെറ്റിക് റൂംസാണ് ഇവിടെ മൊത്തം. ഇവിടെയൊക്കെ ഭയങ്കര രസമാണ്. ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്. സോ നൈസ് പ്ലേസ്. ആൻഡ് ഇവിടെ കുറേ റൂംസ് ഉണ്ട്. ആൻഡ് ആർദ്ര ബീച്ച് ഇവിടെ വന്നു. ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്. ഇവിടെ വാ. ഇനി നമ്മൾ താഴത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും റെഡി ആയിക്കണേ സവിതയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. We are excited. Reality of conference. 1:30. Anna 40. So we are at Savita Dental College. Hello. നടക്കാം. ഒരു ഓർമ്മയ്ക്കായിട്ട് the museum. Savita College. ആർദ്രയുടെ good. This is old, no. This is just കേറാൻ പറ്റോ? ഇതൊക്കെ എന്താ? ശരിയാ, സത്യം. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ മുടി കെട്ടിയിട്ടേക്കുന്നത്. We are really exploring this college. One day isn't enough, guys. The college is so beautiful. I only read about the model. എന്താ അത്?
സീൻ സ്ഥലമല്ല. ഗോട്ട് ഇൻസൈഡ് ദ മെഡിക്കൽ കോളേജ്. ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടു തന്നതാണ്. കൊണ്ടുതന്ന ഫയാസിക്കും താങ്ക് യു സോ മച്ച്. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ്. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. അപ്പൊ ഞങ്ങൾ ഫയാസിക്ക് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. We got an invitation from ഇത് തുറന്നോ? ഇതൊക്കെ നമുക്ക് ഓർമ്മകളാണ് ഗൈസ്. അതെ, വല്ലാണ്ട് സ്പെഷ്യൽ കാര്യം. മെട്രോന്റെ അടിയിലുള്ളത് പ്രിപ്പയർ പനീർ മസാല ഷാപ്പ്. ഇത് വേറെ സ്കൂളാക്കി 10 പേരുണ്ട് ഈ ഇതെന്ത് ബ്ലോഗ് അതുപോലെ പഠിച്ചിട്ടില്ല പക്ഷെ ഫുൾ ഓവർ. തിരിച്ചു വെച്ച് തന്നെ എടുത്തോ. എല്ലാരും ഓക്കെ ആണോ? ബട്ട് ഫുൾ കോൺഫിഡൻസ്, ഇമോഷണൽ സപ്പോർട്ട്. ഒരാളുടെ ഞാൻ കേറണോ? ഹായ്. ഇതൊക്കെ മെമ്മറീസ് ആണ് അല്ലേ? നമുക്ക് ഇങ്ങോട്ട് പോവാം. എന്താ പുറത്ത് പോയാൽ അവിടെ കിടക്കും. ഞങ്ങൾ അല്ല, ഞാൻ പുറത്ത് വരുന്നത് വീഡിയോ പുറത്ത്. ഭക്ഷണം കിട്ടിയാൽ മതിയെന്നോ? അല്ല, രാവിലെ ഇപ്പൊ ഒന്നും കഴിക്കില്ല. മരം കാണാൻ സോ നൈസ്. എന്താ സവിത എനിക്ക് കോൺഫിഡൻസ് വേണ്ട, ഒന്നും വേണ്ട. നല്ല നല്ല കണികളാണല്ലോ രാവിലെ തന്നെ.
നോ നോ ലോ കോളേജ് അവിടെയാണ്. ആ പുല്ലിക്കൂടെ നടക്കുമ്പോഴാണ് എനിക്ക് സൗണ്ട് ഇല്ലാത്തത്. അല്ലാത്ത സമയത്ത് കണ്ടോ ഞാൻ വരുമ്പോ എല്ലാരും അറിയണം. ആർദ്ര വി വാണ്ട് ടേക്ക് പിക്ചേഴ്സ് ഫ്രം ഹിയർ. ഓക്കെ ഇവിടുന്ന് ഫോട്ടോ എടുക്കട്ടോ. ബട്ട് ഹിയർ ഓൾസോ വി ഹാവ് ടു ടേക്ക് ഫോട്ടോ. Like a restaurant. Very nice lights. Out there, Sarangam required. Presentations of Yeah, but useful അല്ലേ? ആർദ്രക്ക് കണ്ടറിഞ്ഞു തന്നതാണ് ബോട്ടല്. എത്ര ബോട്ടിൽ ഉണ്ടെന്ന് അറിയാം റൂമില്? ഉണ്ടെന്ന് ചെന്ന് നോക്കിയാല് അല്ല നമുക്ക് ID കാർഡ് ഒന്നുമില്ല. അതാ വേണ്ടത്. കൊണ്ടേ ഭയങ്കര ഡിമാൻഡാ. ഹായ് ഗായ്സ്. എന്റെ ഫോണ് വീടരുത്. ഓക്കെ എല്ലാവരും ഔട്ട്ഫിറ്റ് ചെക്ക്. ഫസ്റ്റ് ഓരോരുത്തര് ഓരോ കട്ടി വേണ്ട അത് കഴിഞ്ഞതല്ലേ. നെക്സ്റ്റ് അതവള് എഡിറ്റ് ചെയ്തോളൂ. എനിക്ക് ഒന്നും കൂടെ വേണം. ഇതിന് പഞ്ചറായിരുന്നു. ഇതെന്തൊരു സെക്കൻഡ് ഉണ്ടോ? എല്ലാവരും ഓൾ ദി ബെസ്റ്റ് പറയും. സ്വയം പറയാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. എവിടെ ഗോപിക എവിടെ? Sometimes we come. Sorry sir. നിങ്ങൾക്ക് പേ ഡ്രോപ്പ് ചെയ്ത് തരണോ? ബട്ട് പേപ്പർ സ്റ്റാർട്ട് ആയിട്ടില്ല. ഇപ്പോൾ 11:30 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ പ്രോഗ്രാം ആയിരുന്നു. ഇപ്പോൾ പോസ്റ്ററിൻ്റെ ആൾക്കാർ വരെ വന്നു തുടങ്ങി ഇവിടെ. ഞങ്ങൾക്ക് ഇതുവരെ തീർന്നിട്ടില്ല. അല്ല ഇഷത്ത എന്താ പറയുള്ളത്? മടുത്തു. റൂമിൽ തന്നെ ഇട്ടേക്കോ. Sensitivity pattern, amoxicillin class, and it is having a diminutive size to penetrate so easily. It is about the unmasking of strictly sleep apnea preventing growth. Like diabetics and the most common symptom is that it will be on excessive daytime sleep. To have the food. What about dining? എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കഴിക്കുമ്പോൾ തോന്നുന്നു കേരളയാണ് നല്ലത്.
കാരണം എന്താ പറയുക, ഇത് ദാലാണ്, ഇത് തൈരാണെന്ന് തോന്നണേ ഇല്ല. പിന്നെ കുറച്ച് തക്കാളിയുള്ള രസം, നല്ല രസമുണ്ട് എന്തായാലും. എല്ലാവരും ഫുഡ് കഴിച്ചു. ഞാൻ പറഞ്ഞു ചാപ്റ്റർ എന്താ എൻ്റെ ചോദിച്ചിന് എന്താ ടെക്സ്റ്റ് ബുക്ക് ഏതാണ്. സോ സയൻറ്റിഫിക് പേപ്പർ പ്രസൻറ്റേഷൻ ആൻഡ് പോസ്റ്റർ പ്രസൻറ്റേഷൻ്റെ റിവ്യൂ ചോദിക്കാം, എല്ലാവരും എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കാം. ആർദ്രൻ്റെ അറിഞ്ഞല്ലോ, ഇനി അടുത്ത് നമുക്ക് അക്സനോട് ചോദിക്കാം. സോ എങ്ങനെ ഉണ്ടായിരുന്നു പേപ്പർ പ്രസൻറ്റേഷൻ എക്സ്പീരിയൻസ് പറഞ്ഞു? പേപ്പർ പ്രസൻറ്റേഷനും പോസ്റ്റർ പ്രസൻറ്റേഷനും നല്ലായിരുന്നു, പക്ഷേ ഇവിടുത്തെ ഓർഗനൈസിങ് കമ്മിറ്റി കൊള്ളണില്ലായിരുന്നു. എനിക്ക് ഫുഡ് പോലെ കിട്ടി. റിയാലിറ്റി ഓഫ് ഫുഡ് പിന്നെ സാമ്പാർ റൈസ്, സാമ്പാർ റൈസ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്താണ് പേപ്പർ പ്രസന്റേഷൻ ആണ്, നിങ്ങൾ ഫുഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നന്ദനോട് ചോദിക്കാം. എന്താ എങ്ങനെയുണ്ടായിരുന്നു ഇതിൻ്റെ പേപ്പർ പ്രസന്റേഷൻ? നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഇവിടുത്തെ കോർഡിനേഷൻ ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എത്ര നേരം നമ്മളിവിടെ വെറുതെ ലാഗ് അടിച്ച് പോസ്റ്റ് ആയിട്ടിരുന്നു എന്നറിയാം. ഫുഡ് വാസ് ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഐഷത്തനോട് ചോദിക്കാം. ഐഷത്ത ദ മെയിൻ, എന്താ പറയുക, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് അബൌട്ട് യുവർ പ്രസൻറ്റേഷൻ? കോളേജ് കാണണമെന്നുണ്ടായിരുന്നു, അതിന് മാത്രം ശരിക്കും വന്നത്. ഓർഗനൈസിങ് ഭയങ്കര മോശമായിരുന്നു. തുടങ്ങിയത് പക്ഷേ തീർത്തു, തുടങ്ങിയത് വളരെ താമസമാണെങ്കിലും പെട്ടെന്ന് തീർത്തു. ഭക്ഷണമൊന്നും തന്നില്ല, ഫുഡില്ല. നോൺ വെജ് പറഞ്ഞിട്ട് നോൺ തരും, ഞാൻ പോലും പേപ്പർ പ്രസൻറ്റേഷനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രസൻറ്റേഷൻ? നല്ലതായിരുന്നു, കുറേ അടിപൊളി കുട്ടികൾ, നല്ല നല്ല പ്രസൻറ്റേഷൻ. ഓവറോൾ പ്രസൻറ്റേഷനും പോസ്റ്ററും ഒക്കെ നല്ലതായിരുന്നു. ഓർഗനൈസിങ് കുറച്ച് പ്രശ്നം. ഇനി അടുത്ത് നമുക്ക് ഗോപികനോട് ചോദിക്കാം. കുഴപ്പമില്ല, മൊത്തത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ എക്സ്പീരിയൻസ് കോളേജ് കാണാൻ പറ്റിയ അത്രേ ഉള്ളൂ. ഇനി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ വെറുതെ കോളേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. ചെന്നൈയിൽ വരിക, കുറച്ച് നേരം സ്പെൻഡ് ആക്കാം. അത്യാവശ്യം നല്ല കുട്ടികളുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ട്. എനിക്ക് ഈ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കണ പോലെ അത്രയ്ക്ക് വലിയ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല, പറ്റണ പോലെ ഐ യൂസ് ടു ഡു. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതാവും. ക്യാമറയുടെ മുന്നിൽ എന്ത് വേണമെങ്കിലും പറയാമല്ലോ, എഡിറ്റ് ചെയ്യാമല്ലോ. പക്ഷെ അതുപോലെ അല്ലല്ലോ, നമുക്കൊരു സ്പോട്ടിൽ നമുക്കൊരു പ്രസൻറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പേപ്പർ ഇവിടെ പറ്റുന്ന പോലെ ഞാൻ ചെയ്തു, പക്ഷേ ഞാൻ ഇമ്പ്രൂവ് ചെയ്യും. അതിനാണ് ഞാൻ വരുന്നത്. ഞാൻ അത്രയും പ്രോ അല്ലെങ്കിൽ എക്സ്പേർട്ട് ഒന്നല്ല പ്രസൻറ്റേഷന്. സെമിനാർ പോലും എനിക്ക് എടുക്കാൻ അറിയാറില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കാം. അങ്ങനെ കുറേ പ്രസൻറ്റേഷൻസിന് പോവുക, കുറേ കോൺഫറൻസസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പോട്ടെ, എൻ്റെ ഫ്രണ്ട്സ് பர்ச்சேஸ் பண்ணீங்க. Amalgam tattoo. No, not linear alpha, not lichenoid reaction. No. Please observe the lesion. You have the central area of erosion / ulceration and surrounded by a white striation. Look. Gopika, എനിക്ക് കുറച്ച് One is OKC, yes. Any other entities that you've heard of? No, I use the term cystic. Entity gyrus, no. What about traumatic bone cysts?
or aneurysmal bone cyst? Well, they are a possibility. Well, the next question is to Team D. ആണ് പറയുന്നത്. I do think a judge and I'm not sure ഞാൻ എന്താ പറയേണ്ടത് എങ്ങനെയാണുള്ളത്. പക്ഷെ എക്സ്റ്റംപോർ എങ്ങനെ ചെയ്യേണ്ടത് രാവിലെ പോയ കോലാണോ Successfully we completed the conference. Yes, now we are ready to go home and sleep. Yes. ഞങ്ങളിവിടെ പോവാൻ നിൽക്കുകയാണ്, ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബൈ ബൈ ചെല്ലായി.